ചെറുക്കൻകാരനകത്ത് അരിഞ്ഞൊടുങ്ങിയിരിക്കുകയാണ്. അരിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. പോയി 20 സൈഡ് നോക്കിക്കൊണ്ട് വരാ. എല്ലാം കൂടി എന്നെ പഠിപ്പിച്ചു. പിന്നെ എല്ലാവരോടും കൂടി ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ മകളെ മര്യാദക്ക് നോക്കിയില്ലെങ്കിൽ തോന്നിയവാസം എന്റെ മോളെ നല്ല പോലെ നോക്കിയില്ലേ പൂവാട്ടും. ലോകത്തിൽ കൊണ്ടുപോയി പഠിച്ചു വെച്ച് മുട്ടടിക്കും ഞാൻ. നത്തല്ലി ചെല്ലവിലെ മർമ്മത്തിലാക്കി കൊണ്ട് അഞ്ചത്ത് കുത്തുന്നു ഞാൻ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിപ്പിച്ച സമയം കളയാതെ പെണ്ണിനെ വിളിക്കേ. അതിനു മുമ്പ് ചെറുക്കനെ വിളിക്കണം. ഞാൻ പോയി കണ്ടിട്ട് വരാം. ഞാൻ നിന്നെ എത്തിക്കാൻ പോവാ. ഇനി മുതൽ നീയാണ് സൂക്ഷിക്കുന്നത്. മോളെ നോക്ക് പിന്നെ ചെറുക്കനും പെണ്ണും തമ്മിൽ കണ്ട സ്ഥിതിക്ക് അവരവിടെ നിന്ന് ലാഭടിക്കട്ടെ. നമുക്ക് അവിടെ പോയി ലാഭിച്ചാൽ നമ്മൾ തട്ടിക്കൊല്ലാൻ പോവുകയാണോ? എടോ ഇവരെല്ലാത്ത രാജാവേ, എന്തോ നമുക്ക് അപ്പുറത്ത് പോയി ചായ കുടിക്കാനാണ് സാറ് പറഞ്ഞത്. ചായ കുടിച്ച് തീരുമ്പോൾ എനിക്കും എന്റെ സംഘത്തിനും 5 നിമിഷം. അത് പിന്നെ അവന്റെ പാത്രത്തിൽ ചായ കുടിച്ച അവൻ ചേട്ടനെ നോക്കാതിരിക്കോ? നിനക്കെന്താ പണി? തയ്യലാ. പോക്കറ്റ് മാത്രല്ല, കയ്യും വെട്ടും കഴുത്തും വെട്ടും. ചേട്ടന്റെ ആണോ? തുണിയുടെ. നിനക്ക് എന്നെ ഇഷ്ടമാണോ? ചേട്ടനൊരു പുസ്തകമായിരുന്നെങ്കിൽ ഞാൻ എന്റെ മാറോട് ചേർത്ത് പിടിച്ചേനെ. ആയിരുന്നെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ എനിക്ക് മാറ്റാമായിരുന്നു. ചേട്ടാ, എന്താ? ചേട്ടനൊരു കരിമ്പായിരുന്നെങ്കിൽ എനിക്ക് ചവച്ചരച്ച് തുപ്പാമായിരുന്നു. അതൊക്കെ പോട്ടെ. പെണ്ണെ, എന്നെ കൂടെ
അയ്യോ ടൂർ പോയാലേ എന്റെ അച്ഛൻ കേസ് കൊടുക്കും. ഞാൻ കെട്ടുന്ന പെണ്ണിനെ കൊണ്ട് ടൂർ പോകുന്നതിന് നിന്റെ അച്ഛനെന്തിനാ കേസ് കൊടുക്കുന്നത്? ഇതിന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഈ ഒന്ന് വന്നു എത്രയാണ്? എന്നാലേ ഈ രണ്ടിലൊന്ന് ഇപ്പൊ അറിയണം. കല്യാണം കഴിഞ്ഞ് ഞാൻ ഈ പെണ്ണിനെ കൊണ്ട് ടൂർ പോകുന്നതിന് ഈ പോലീസുകാരൻ എന്തിനാ കേസ് കൊടുക്കുന്നത്? മോനെ പൊന്നുപോലെ പോലീസുകാരൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞത് അസത്യമാണ്. അസത്യം. ആര് പറഞ്ഞത് അസത്യമാണെന്ന്? ആ സത്യം ഞാൻ തുറന്നു പറയാം. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ രസതന്ത്രം പഠിപ്പിക്കുന്ന സാറിന്റെ കൂടെ ഒരു രസത്തിന് ടൂർ പോയപ്പോഴും മത്തായി ചേട്ടന്റെ കൂടെ ഒരാഴ്ച മൈസൂർ ടൂർ പോയപ്പോഴും പിന്നെ കനകാപുരി ചേട്ടന്റെ കൂടെ കൊടൈക്കനാലിൽ ടൂർ പോയപ്പോഴും ഈ അച്ഛൻ കേസ് കൊടുത്താണ് വിളിച്ചോണ്ട് വന്നത്. അത് ശരി, ഇത്രയും പേരുടെ കൂടെ ഒളിച്ചോടി പോയ പെണ്ണിനെ എന്റെ മോന്റെ തന്നെ കെട്ടിവെക്കാനല്ലേ പാവം? ഇത്രയും അനുഭവസമ്പത്തുള്ള ഈ തരുണിമണിയെ കെട്ടിയാൽ എന്താ കുഴപ്പം? സാധ്യമല്ല. എടോ കോന്തൻ രാജാവേ, തന്റെ ഈ നിൽക്കുന്ന മകനുണ്ടല്ലോ പെൺകോന്തൻ, അവൻ ഈ നാട്ടിലെ മുഴുവൻ പൊമ്പിള്ളേരെ കുറെ നാട്ടിൽ കൊണ്ടിട്ടുള്ളവനല്ലേടോ. അതുകൊണ്ട് ഇവന് തരുന്ന പെണ്ണ് ഇവള് തന്നെ. അതുകൊണ്ട് മകനെ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഈ പെൺകുട്ടിയെ നിനക്ക് കിട്ടിയത് നിന്റെ സൗഭാഗ്യമാണ്. സൗഭാഗ്യം. അതെ കാർത്തിക ശിരോമണി, ഇവളെ കിട്ടിയ നമ്മുടെ പുത്രന് എന്ത് സൗഭാഗ്യമാണ് കൈവരുന്നത്? പറഞ്ഞു തരാം. നമ്മളൊരു മാസം ഫ്രീ ഷോപ്പിൽ കയറി ഒരു പേസ്റ്റ് വാങ്ങിയാൽ ഒരു ബ്രഷ് ഫ്രീ. അപ്പോൾ ഒരു ബ്രഷ് വാങ്ങിയാൽ ഒരു സെറ്റ് മല്ല് ഫ്രീ. അതുപോലെ ഈ പെണ്ണിനെ കിട്ടിയ നിനക്ക് കൊണ്ടൊരു കൊച്ചു ഫ്രീ. എനിക്ക് കൊച്ചു ഫ്രീ പോരാ, എനിക്കൊരു വലിയ ഫ്രീ വേണം. എടാ മണ്ട, ഈ പെണ്ണിനെ കെട്ടിയ ഇവക്കൂടെ 4 വയസ്സുള്ള ഒരു മുഴുത്ത കൊച്ചിനെ നിനക്ക് ഫ്രീ. ഒരു മാസം ഫ്രീ, കുട്ടി ഫ്രീ. നാം സന്തുഷ്ടനായി നമ്മുടെ കുടുംബത്തിലേറ്റ പുത്രനെ കിട്ടിയതിൽ നാം സന്തുഷ്ടനായിരിക്കുന്നു. ആരുടെ കൊട്ടാരം നന്ദിമാർ വരട്ടെ, വാദ്യഘോഷങ്ങൾ മുഴങ്ങട്ടെ, വിവാഹം സമർപ്പണം കൊണ്ടാടട്ടെ. അതെ, നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ കല്യാണം അടിച്ചു പൊളിക്കാം. Hey!